ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ലോകം കാത്തിരിക്കെ അമ്മയ്ക്കായി പൂമാല തയ്യാറാക്കുന്ന സന്തോഷത്തിലും ആത്മസമർപ്പണത്തിലുമാണ് തലസ്ഥാനത്തെ ഒരു കുടുംബം. ആറ്റുകാൽ ക്ഷേത്രത്തോടുള്ള ഇഴപിരിയാത്ത ബന്ധമാണ് തലമുറകളായി ഇവർ തുടരുന്നത്. ഒപ്പം 44 വർഷം തുടർച്ചയായി ക്ഷേത്രത്തിലേക്ക് വേണ്ട എല്ലാ പൂജാദ്രവ്യങ്ങളും എത്തിക്കുന്ന തിരക്കിലാണ് ഇവിടുത്തെ രഞ്ജൻ എന്ന 72കാരൻ. ആറ്റുകാലമ്മയ്ക്ക് എല്ലാവരും മക്കളാണ്. അതുകൊണ്ട് തന്നെയാകാം പ്രായം തടസ്സമല്ലാത്ത ചില ബന്ധങ്ങൾ ഇന്നും പവിത്രമാകുന്നത്. അമ്മയ്ക്കായി കഴിഞ്ഞ 44 വർഷങ്ങളായി രഞ്ജൻ എന്ന ആറ്റുകാൽ സ്വദേശിയായ ഈ 72കാരൻ ചെയ്യുന്നത് ആത്മസമർപ്പണമാണ്. ദേവിക്ക് വേണ്ട പൂജാസാധനങ്ങൾ എത്തിക്കുന്നതും അമ്മയ്ക്കായുള്ള പൂമാലകൾ തയ്യാറാക്കുന്നതും ഈ കൈകളിലാണ്. ദേവിയുമായുള്ള ആത്മബന്ധത്തിന്റെ കഥ രഞ്ജൻ ഇങ്ങനെ പറയും. 40 ഭാഗ്യമാണ്. എൻ്റെ ഭാഗ്യമല്ല, അമ്മയുടെ ഭാഗ്യമാണ്. മറ്റാർക്കും ലഭിക്കാത്ത മഹാഭാഗ്യവും പുണ്യവുമാണ് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിന് സമീപമുള്ള മാധവൻ പിള്ളയുടെ കുടുംബത്തിന് ലഭിച്ചത്. വർഷങ്ങളായി ഈ കുടുംബമാണ് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലേക്ക് പൂക്കളും പൂമാലയും പൂജാദ്രവ്യങ്ങളും എത്തിക്കുന്നത്. 55 വർഷം കൊണ്ട് ഞങ്ങൾ ആറ്റുകാൽ അമ്മയുടെ എല്ലാ പൂജാ സാധനങ്ങളും എല്ലാം ഇവിടെ നിന്ന് തന്നെ കൊടുക്കുന്നത്. അല്ലാതെ 10-15 കോവിലിലേക്ക് പൂവും പൂജാ സാധനങ്ങളും കൊടുക്കുന്നു. അമ്മയുടെ അനുഗ്രഹം അത്രയ്ക്കുണ്ട്. ആത്മസംതൃപ്തിയിലാണ് അമ്മയ്ക്കായി മാല തയ്യാറാക്കുന്ന സന്തോഷം ഓരോരുത്തരും പങ്കുവെക്കുന്നത്. ഞാനത് ഒരു 6-7 വർഷം കൊണ്ട് ഞാനിവിടെ ഉണ്ട്. ഞാനിത് കെട്ടുന്ന ആളാണ്. അമ്മയുടെ ഭാഗ്യം കൊണ്ട് ഇത്രയും ചെയ്യുന്നു. ആറ്റുകാൽ ദേവിക്ക് വേണ്ട മുഴുവൻ പൂക്കൾക്കൊപ്പം സമീപ ക്ഷേത്രങ്ങളായ കരിക്കകം ദേവീക്ഷേത്രം, തൈക്കാട് ശാസ്താക്ഷേത്രം, പാച്ചല്ലൂർ ക്ഷേത്രം, മരപ്പാലം തുടങ്ങി മിക്ക ക്ഷേത്രങ്ങളിലേക്കും പൂജാസാധനങ്ങൾ പോകുന്നതും ഇവിടെ നിന്നാണ്. വളരെ സന്തോഷമാണ് ഇവിടെ നിൽക്കാൻ തുടങ്ങിയത്. ദേവിയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാൻ ഈ പൊങ്കാല ഇതായിട്ട് കാണുന്നത്. വളരെ സന്തോഷമുണ്ട്. പൊങ്കാലയ്ക്കായി നാടൊരുങ്ങുമ്പോൾ സ്വർണ്ണ കോട്ടേജിൽ നിന്ന് അമ്മയ്ക്കായി എത്തുന്നത് സ്പെഷ്യൽ പൂക്കളും മാലകളുമാണ്. ആത്മബന്ധത്തിന്റെ അമ്മ മക്കൾ യാത്ര ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. ജനം, തിരുവനന്തപുരം.